ഗസയിലെ ഫലസ്തീൻ കുഞ്ഞുങ്ങളുടെ ദുരവസ്ഥ തന്നെയാണ് നിലവിൽ ഗസയിലുള്ള ഇസ്രായേലി ബന്ദികൾക്കുമുള്ളത് എന്നാണ് പുതിയ റിപ്പോർട്ട്. പട്ടിണി ഫലസ്തീനികളെ മാത്രമല്ല ബന്ദികളെയും ബാധിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലും തോലുമായിരിക്കുന്ന ബന്ദികളുടെ വീഡിയോ ഹമാസ് പുറത്തിറക്കിയിട്ടാണ് അത് കാണിച്ചത്. ആ വീഡിയോയിൽ അദ്ദേഹം തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇസ്രായേൽ ഗവൺമെൻറ് ഇടപെടണമെന്ന് പറയുന്ന ദയനീയമായിരിക്കുന്ന അവസ്ഥയുണ്ട്. ഒരുപാട് നാളായി ഭക്ഷണം കിട്ടിയിട്ട് എന്ന ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നോക്കിയാൽ എല്ലും തോലൊക്കെ ആയിരിക്കുന്ന വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ്. ഇദ്ദേഹത്തെ വെച്ചിട്ട് ഗസയിലെ കുട്ടികൾ വിശന്ന് നിലവിളിക്കുന്നതിൻ്റെ വീഡിയോ ഇദ്ദേഹം കാണുന്നതും നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞാനും കൂടി ഇത് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ഇദ്ദേഹം പറയുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇതോടുകൂടി ഇസ്രായേലിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും വലിയ സമരങ്ങളും സർക്കാരിനെതിരെ ആരംഭിച്ചിരിക്കുന്നു. അത് ആരംഭിക്കാനുള്ള ഈ രാഷ്ട്രീയ നിലപാടായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് ബന്ദിയെ ഉപയോഗിച്ചത് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ തന്നെ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല അവിടെ നടക്കുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് യുദ്ധവിരാമമാണ് വേണ്ടത്, അതല്ലാതെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത്, പൂർണ്ണമായിരിക്കുന്ന ബന്ദിമോചനമാണ്. അവർ വല്ലാതെ കയ്യാകുന്നതിന് മുമ്പ് മരണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, അതിന് സർക്കാർ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ